ഹായ്, വെൽക്കം ബാക്ക് മൈ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് നമ്മുടെ ജ്വല്ലറി ഷോപ്പിംഗ് ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് വീഡിയോ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. സോ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കല്യാണിലാണ്, പാലക്കാടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അധികം സാധനങ്ങൾ എടുക്കാനുണ്ട്. നമ്മുടെ മധുരം വെപ്പ് മുതൽ കല്യാണം വരെയുള്ള കുറേ കാര്യങ്ങൾ എടുക്കാനുണ്ട്. സോ തുടക്കം മുതൽ ഒടുക്കം വരെ എൻ്റെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത് കുറ്റം പറയുന്ന മെയിൻ ആളാണ് ഈ ഇരിക്കുന്നത്. ചിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, അതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ വീഡിയോക്ക് വേണ്ടി. എന്നിട്ട് അപ്പൊ അവൻ ചിരിച്ച് സഹായിക്കുമെന്നാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് വെഡിങ്ങിനുള്ള സാരി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ നോക്കിയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പേസ്റ്റൽ കളർ സാരീസ് ആയിരുന്നു. അവിടെ വെഡ്ഡിങ് സാരീസിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാൻ 3 സാരിയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പെട്ടെന്ന് തന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. പിന്നെ അവരുടെ സാരി സെറ്റ് ചെയ്യാനുള്ള സ്കില്ല് എടുത്തു പറയേണ്ടതാണ്. 2 സെക്കൻഡിൽ അവർ സാരി നല്ല വൃത്തിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ നമുക്ക് ഉടുപ്പിച്ച് തരും. ഞാൻ എടുത്തത് ഒരു ഓഫ് വൈറ്റ് സാരിയാണ്. അത് കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കിലാണ് ആ സാരി വന്നിരിക്കുന്നത്. അടുത്തത് അമ്മയ്ക്ക് എൻഗേജ്മെൻറ്റിനുള്ള ഒരു സാരിയാണ് നോക്കിയത്. റോസ് കളർ പാലറ്റായിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 2-3 സാരി വെച്ച് നോക്കിയപ്പോൾ തന്നെ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു റോസ് കളർ നമുക്ക് കിട്ടി. അടുത്ത് തന്നെ നാത്തുവിന് വേണ്ടിയുള്ള സാരിയാണ് നോക്കിയത്. അപ്പോൾ ആൾ നാട്ടിലില്ലാത്തത് കൊണ്ട് ഞാനാണ് ട്രയൽ എടുത്തത്. നമ്മൾ നെറ്റിലുള്ള സാരിയും ഓർഗൻസിലുള്ള സാരിയും നോക്കി. എൻ്റെ ഓർഗൻസയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. സോ നമ്മളത് ഫൈനലൈസ് ചെയ്തു. അടുത്തത് അച്ചാച്ചനും ഇതിനുള്ള കുർത്തിയാണ് നോക്കിയത്. മെൻസ് ആർ ഓൾവേസ് സിമ്പിൾ എന്ന് പറയുന്ന മാതിരി പെട്ടെന്ന് തന്നെ അവരുടെ പിങ്ക് കളറുള്ള കുർത്തി സെറ്റായി. അടുത്ത കല്യാണത്തിന് പീകോക്ക് ബ്ലൂ ആയിരുന്നു നമ്മൾ കളർ പാലറ്റ് വെച്ചിരുന്നത്. വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷർട്ടും വളരെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റി. പീകോക്ക് ബ്ലൂ സാരി സെലക്ഷനിലാണ് ഞങ്ങൾ പെട്ടുപോയത്. ഈ പീകോക്ക് ബ്ലൂവിൽ ആൻറ്റിക് ബോർഡറിൽ വരുന്ന സാരി ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഈ പീകോക്ക് ബ്ലൂ കളർ വേറെ കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ സാരി അവിടെ നിന്ന് എടുക്കാനും പറ്റിയില്ല. ഒരുപാട് ബ്ലൂ കളർ ഷെയ്ഡ് കൊണ്ടുവന്ന് അവർ നമുക്ക് മാച്ച് ചെയ്യാൻ നോക്കി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പീകോക്ക് ബ്ലൂ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണം എന്നുള്ള പീകോക്ക് ബ്ലൂ തെരച്ചിൽ നിർത്തി. അടുത്തത് സേവ് ദ ഡേറ്റിനുള്ള സാരി ആയിരുന്നു. എൻ്റെ മനസ്സിലൊരു റോസ് കളറായിരുന്നു. എനിക്ക് അതേപോലെ തന്നെ റോസ് കോട്ടൺ സാരി കിട്ടി. റോസ് കോട്ടണിൽ പ്രിൻറ്റഡ് വർക്കാണ് വന്നിരുന്നത്. മധുരം വെപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ട്രഡീഷണൽ ടൈപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗോൾഡൻ കളർ, ഓഫ് വൈറ്റ് കളറുകളാണ് എടുത്തത്. ഇത്രയായപ്പോൾ തന്നെ ഏകദേശം ഞങ്ങളെല്ലാവരും നന്നായി മടുത്തിട്ടുണ്ടായിരുന്നു. കല്യാൺ സിൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അവിടെ കസ്റ്റമർ സർവീസാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചായ, ജ്യൂസ്, വെള്ളം എല്ലാം നമുക്കൊരു കൊണ്ടുതരുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ എടുക്കാണ്ട് പോയി. അതിനുള്ള മെയിൻ ഞങ്ങളെല്ലാവരും നന്നായി ടയേർഡായി. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഏകദേശം അപ്പോഴേക്കും ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു ഈവനിങ്. കല്യാണത്തിന് നമ്മൾ കുറേ സാധനങ്ങൾ എടുത്തു. പക്ഷെ കുറച്ച് തുണികൾ നമുക്ക് കല്യാണത്തിന് സെറ്റ് ആയില്ല. അത് കാരണം കൊണ്ട് നമ്മൾ അടുത്ത കട പിരിക്കുകയാണ്. അത് പ്രീതിയിലാണ് പോകുന്നത്. കുറച്ചും കൂടെ ഒരു 3-4 സാരികൾ, പിന്നെ റണ്ണിങ് മെറ്റീരിയൽ, ഇതൊക്കെയായിരുന്നു വേണ്ടത്. അപ്പം അങ്ങനെ കല്യാണത്തിൽ അവസാനിപ്പിച്ച പീകോക്ക് ബ്ലൂവിൻ്റെ അന്വേഷണം നമ്മൾ പ്രീതിയിൽ വീണ്ടും തുടങ്ങി. ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പീകോക്ക് ബ്ലൂ കിട്ടി. അപ്പോൾ നമ്മൾ പിന്നെ അതങ്ങോട്ട് സെലക്ട് ചെയ്തു. നമുക്ക് ഒരു പീകോക്ക് ബ്ലൂ സാരി കൂടി വേണമായിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയില്ല. പിന്നെ സമയം കുറേ വൈകിയതുകൊണ്ടും നമ്മളെല്ലാവരും ടയേർഡ് ആയതുകൊണ്ടും ഇതിനിടയിൽ വേറെ കുറേ സാരികളും ഡ്രസ്സുകളും റണ്ണിങ് മെറ്റീരിയൽസും ഒക്കെ നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് ഒരു 7:30 കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകും. കല്യാണ ഷോപ്പിംഗ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ഭയങ്കരമായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും അധികമാണെന്ന് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ കല്യാണം വന്നപ്പോൾ